ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ തോരനാണ്. ചെറുപയർ ഉടഞ്ഞു പോവാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് 30 മിനിറ്റ്. അതിൽ കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിടുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണത്. ഇനി ഇതിലോട്ട് 1 പിടി തേങ്ങ ചിരവിയത്, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ ചെറുപയർ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലല്ല വേവിക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ വേവിച്ചാൽ ഒത്തിരി ഉടഞ്ഞു പോവും. ഉടഞ്ഞു പോവാതെ നമുക്ക് ഇതിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ചധികം വെള്ളമൊക്കെ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വേവൊക്കെ ആയതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിടുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചത്, തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി ഉടഞ്ഞു പോവും. അപ്പോൾ ഇത് ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ തോരനാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി.